ഹായ് വ്യൂവേഴ്സ്, RJ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ രാജസ്ഥാനിൽ നിന്ന് കേരളത്തിലോട്ടുള്ള യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണ്. ഈ ദിവസം നമ്മൾ മുംബൈ കൂടെയുള്ള യാത്രകളൊക്കെയാണ് കാണിക്കുന്നത്. ഫ്രഷ് ആയിട്ട് ഒരു പമ്പിൽ കയറി ഫ്രഷായി ഇറങ്ങി ഇപ്പോഴും ഗുജറാത്തിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനി 222 കിലോമീറ്റർ ഉണ്ട് ബോംബെയിലോട്ട്. ഇപ്പം സമയം 7 മണി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ യാത്ര രാവിലെ തുടങ്ങി. രാവിലെ ഒരു ഹനുമാൻ ചാലിസയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ NH-48 കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഗോവയിലോട്ട് എത്താൻ 200 രാവിലെ കുറച്ച് നട്ട്സൊക്കെ കരുതിയിട്ടുണ്ട്. അത് രാവിലെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്നൊരു ടോളൊക്കെ എത്തി. ടോളിനകത്തൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോംബെയിലല്ല, നമ്മൾ മഹാരാഷ്ട്രയിലോട്ട് കയറാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ ഗുജറാത്തിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ഇവിടുത്തെ ടോൾ ബോർഡൊക്കെ ഗുജറാത്തിയിലാണ് എഴുതി വെക്കുന്നത്. സൂറത്ത് വൈറ്റ് ഇത് കാണുന്നില്ല. സൂറത്ത് ആ ടോൾ പ്ലാസയാണ്. നമുക്കിനി ബിലാഡ് 8 കിലോമീറ്റർ. അപ്പം അങ്ങനെ നമ്മൾ ഗുജറാത്തിൻ്റെ ഹൈവേകളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഡിൽ നമുക്ക് ഫാക്ടറീസൊക്കെ കാണാൻ പറ്റും. പിന്നെ അങ്കിത്തും അബിയൊക്കെ രാവിലെ എണീറ്റിട്ട് വീണ്ടും ഉറക്കമായി. അപ്പം പാട്ടിട്ടേക്കുന്നതിനനുസരിച്ച് പാടിക്കൊണ്ടിരിക്കുകയാണ് കൂടെ. അപ്പം പിന്നെ നമ്മൾ ഹൈവേയിൽ നിന്നൊരു ട്രക്ക് ലേബയിൽ താഴെ ഇറങ്ങി അവിടെ എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മളിവിടെ ഹൈവേയിൽ നിന്ന് ട്രക്ക് ലേബയിൽ ഇറങ്ങി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു രാത്രിയിൽ തുറക്കുന്ന കടയാണ്. അപ്പോൾ ഞങ്ങൾ കുക്കറിനകത്ത് ചോറ് വെക്കാനും പറഞ്ഞ് നമ്മുടെ ഗ്യാസൊക്കെ എടുത്തുകൊണ്ട് വന്ന് അബി ഇവിടെ കസേരയുണ്ട്. നമ്മൾ കസേരയൊക്കെ എടുത്തിട്ട് ഇരിക്കുക. പിന്നെ വെള്ളം കുറച്ചേ ഉള്ളായിരുന്നു, ഇനി വെള്ളം എടുക്കണം. ചോറ് വെച്ചിട്ട് നമുക്ക് ബ്രെഡ് വാങ്ങിച്ചില്ല. ബ്രെഡ് വാങ്ങിക്കാന്ന് വെച്ച് വന്നിട്ട് കടയൊന്നും കണ്ടില്ല. അപ്പം പിന്നെ മുട്ട ഇരിപ്പുണ്ട്, അത് നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാം. അങ്കിത്ത് വണ്ടിക്കകത്ത് തന്നെ ഇരിക്കും. ചോറ് വിസിൽ വന്നിട്ട് സ്ട്രോങ് മുട്ട ചെയ്താൽ ഇത്ര നേരങ്ങളെല്ലാം മുട്ട പൊട്ടിക്കുന്നത്. സ്ട്രോങ് മുട്ട ആണ്. ഫോണെടുത്തില്ലോടി, ഫോൺ വേണ്ട. പക്ഷെ മണം പിടിച്ച് വരുന്നത്. അപ്പോൾ ഗൈസ്, മുട്ട റെഡി. ഒന്നും കൂടെ മുട്ട ഉണ്ടാക്കാൻ പോവാ. ഇനി മുട്ട ഫ്ലിപ്പ് ചെയ്യാൻ പോവാ. ഇനി മുട്ട ഫ്ലിപ്പ് ചെയ്യാൻ പോവാ. മുട്ട ഫ്ലിപ്പ്. ബ്രെഡ് വാങ്ങിക്കേണ്ടിയായിരുന്നു ഇന്നലെ. അയ്യോ, अरे गाड़ी खोलना यार, खोलना। अरे अनलॉक है ना, खोलना। अच्छा अनलॉक किया. ഇവിടെ കിച്ചണിലെ ആൾക്കാർ വന്നിട്ടുണ്ട്. കരിമ്പ് ജ്യൂസ് അടിക്കുന്നവരാ.
അതിനകത്ത് എണ്ണപ്പനയുണ്ട്, എണ്ണപ്പന. നമ്മുടെ കുക്കറിനകത്ത് വിസിൽ, ചോറങ്ങോട്ട് വേവുന്നില്ല. കാറ്റും വീശുന്ന തീ അതിന്റെ സൈഡിലോട്ട് പോകുന്നു. നമ്മളെ ഗ്യാസ് കെട്ടി പൂട്ടി. കുക്കറിവിടെ ചോറല്ലെങ്കിൽ കഞ്ഞിയായിട്ട് നമ്മൾ കുടിക്കും. ചമ്മന്തിപ്പൊടിയുണ്ട്. അപ്പം നമ്മുടെ കുക്കിങ് കഴിഞ്ഞ് ഇനി അവിടെ നിന്ന് 4 ജ്യൂസും കൂടെ വാങ്ങിച്ചുകൊണ്ട് പോകും. ചോറായില്ലെങ്കിൽ ഞങ്ങൾ കഞ്ഞിയാക്കി കുടിക്കും. ചമ്മന്തിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട്, കഞ്ഞി കുടിക്കും, ജ്യൂസ് വാങ്ങിച്ചുകൊണ്ട് പോകാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു? ഓംലേറ്റും ഓംലേറ്റ് തേയിലുള്ളൂ. പിന്നെ നമ്മള് ചോറും വെച്ചോണ്ട് പോകും. ചോറായിട്ടില്ല, കഞ്ഞിയായിട്ടിരിക്കുന്നു. ഉച്ചയായി നമ്മൾ ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കും. ക്ഷീണം മാറാൻ കഞ്ഞിവെള്ളം നല്ലതാണ്. കഞ്ഞി ചമ്മന്തിപ്പൊടി. പിന്നെ രാത്രിത്തേക്ക് എന്തോ ഇനി? രാത്രിത്തേക്ക് പിന്നെ നമ്മൾ അവിടുന്ന് ജ്യൂസും വാങ്ങിച്ചിട്ട് ഇറങ്ങി. ജ്യൂസ് കുടിക്കണം. ഇത്തിരി നേരം വെച്ചിരുന്നത് കറുത്തു പോവും. അതുകൊണ്ട് ജ്യൂസ് പെട്ടെന്ന് തന്നെ കുടിച്ച് തീർക്കണം. ഗുജറാത്തിൽ നിന്ന് നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലോട്ട് കയറുക. അല്ല, ഇത് മഹാരാഷ്ട്ര. വലിയ വണ്ടിക്കുള്ള ചെക്ക് പോസ്റ്റ് അവിടാണ്. നമ്മൾ ചെറിയ വണ്ടികൾ ഇതുവഴി പോകും. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിലോട്ട് കയറി. ഇനി 147 കിലോമീറ്ററേ ഉള്ളൂ ബോംബെയിൽ ചെല്ലാനായിട്ട്. മുംബൈ. നമ്മൾ കുക്ക് ചെയ്യാൻ നിർത്തിയ അവരാണെങ്കിൽ അവരുടെ വീടടുത്ത് തന്നെയായിരുന്നു. നമ്മൾ ചെയ്ത് തീരുന്നതിന് മുമ്പ് തന്നെ അവർ വന്ന്. അപ്പോൾ അവരാണെങ്കിൽ മറാഠിയാണ് സംസാരിക്കുന്നത്. പിന്നെ കുറച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുത്തു. അപ്പോൾ അവരാ പറഞ്ഞത് ബോർഡറാ, മഹാരാഷ്ട്രയിലോട്ട് കയറാൻ തുടങ്ങുന്നേ ഉള്ളെന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ രാവിലത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വേറെ ഒന്നും അവിടെ കടയിൽ നിന്ന് നോക്കിയില്ല, കിട്ടത്തുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് ചെറിയൊരു സിലിണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് കുറച്ച് അത്യാവശ്യം പാത്രമൊക്കെ എടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ ചോറും വെച്ച് പിന്നെ മുട്ട ഓംലേറ്റും ചെയ്ത് കഴിച്ച്. പിന്നെ ഉച്ചക്കലത്തേക്ക് കഴിക്കാൻ നമ്മുടെ അടുത്ത് ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അതും കൂട്ടിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മളങ്ങനെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് അവിടുന്ന് നേരെ തിരിച്ച്. അപ്പോൾ നമ്മൾ ഗുജറാത്ത് മഹാരാഷ്ട്ര ബോർഡറിലായിരുന്നു. അപ്പം അവർ ജ്യൂസ് അടിക്കാൻ വന്ന അവരുടെ വീട് അടുത്ത് തന്നെയാണ്. അപ്പം അവർ പറഞ്ഞത് മഹാരാഷ്ട്ര തുടങ്ങുകയെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിലോട്ട് കയറി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 145 കിലോമീറ്റർ കൂടെ കാണുമായിരിക്കും നമുക്ക് ബോംബെയിലെത്താൻ. ഇനി നമുക്ക് ഹൈവേ വഴി മാത്രമേ ഉള്ളൂ പോകാൻ. മഹാരാഷ്ട്രയിൽ കൂടെ യാത്ര ചെയ്യാൻ മഴ സമയത്താണ് നല്ലത്. നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ് കാണാൻ മഹാരാഷ്ട്ര വഴി പോകുമ്പോൾ. ഇപ്പോഴും അത്യാവശ്യം ഇടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ട്, നല്ല പച്ചപ്പുണ്ട്. രാജസ്ഥാനെ അപേക്ഷിച്ച് മഹാരാഷ്ട്രയിൽ കൂടെ പോകുമ്പം കുറച്ചുകൂടെ പച്ച നിറമൊക്കെ കാണാൻ പറ്റും. രാജസ്ഥാനിലൊക്കെ ആണെങ്കിൽ കൂടുതൽ നമുക്ക് ഉണങ്ങി നിൽക്കുന്ന മരങ്ങളും ഒക്കെ കാണുന്നത്. പിന്നെ ഇപ്പം നമ്മളൊരു ഘാട്ട് വഴി കൂടെയാണ് കയറിയേക്കുന്നത് മഹാരാഷ്ട്രയിലൂടെ. ഏത് വഴി പോയാലും നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ ഘാട്ട് വഴി കാണും എത്താൻ. അങ്ങനെ നമ്മളിപ്പോൾ NH-48 കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബോംബെയിലോട്ട് ഇനി ഒരു 140 സംതിങ് കിലോമീറ്റർ ആയിരിക്കും ഉള്ളത്. മാപ്പ് ഞാൻ കണ്ടത് ഓർക്കുന്നില്ല ഇപ്പോൾ. അങ്ങനെ നമ്മൾ ഹൈവേ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
മഹാരാഷ്ട്ര എത്തിയപ്പോഴത്തേക്ക് അവിടെ ടോൾ അങ്ങോട്ട് കഴിഞ്ഞിറങ്ങിയപ്പോഴത്തേക്ക് നിറച്ച് ലിച്ചി കച്ചവടക്കാരായിരുന്നു. ലിച്ചി 1 കിലോ 450 രൂപ വീതം, ഒരു 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 കിലോയ്ക്ക്. അപ്പം പലയിടത്തും പല റേറ്റാന്ന് വെച്ചാൽ ഞങ്ങൾ മുന്നോട്ട് പോയി ചോദിച്ചാൽ എല്ലായിടത്തും ഒരു റേറ്റ് തന്നെ ആയിരുന്നു. കിലോ 450 രൂപ. എനിക്ക് തോന്നുന്നു സീസൺ തുടങ്ങുന്നേ ഉള്ളായിരിക്കും, അതായിരിക്കും എത്ര റേറ്റ്. അത്രയും വിലയായിട്ട് ഞങ്ങൾ വാങ്ങിച്ചൊന്നുമില്ല, ഇനി വില കുറയുമ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പുതിയ ഹൈവേയുടെ പണി നടക്കുന്നതാണ്. എന്നിട്ടും അവിടെ ടോളൊക്കെ തുറന്ന് വണ്ടി വിടുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹൈവേയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളിവിടെ ക്രോസ് ചെയ്ത റിവർ എന്ന് പറയുന്നത് വസായി റിവറാണ്. ബോംബെയിൽ എത്താറായല്ലോ, അപ്പം അതുവഴി പോകുന്ന ഒരു റിവറായിരുന്നു വസായി റിവർ. സിറ്റിയിലോട്ട് കയറിയപ്പോഴത്തേക്ക് നല്ല ട്രാഫിക്കും തിരക്കും ഒക്കെ ആയി തുടങ്ങിയത്. നമ്മൾ പറഞ്ഞത് മെട്രോയൊക്കെ ഉണ്ട്, മെട്രോ ഉണ്ടെങ്കിലും കാറുകളുടെ തിരക്ക് എന്നാലും അത്യാവശ്യമുണ്ട്. ഇതല്ലാതെ വലിയ വണ്ടികൾ, ട്രക്കുകളും അങ്ങനത്തെ വണ്ടികളും അത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. മുംബൈ സിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് വലിയ ബിൽഡിങ്ങുകളും വലിയ സ്കൈ സ്ക്രാപ്പേഴ്സും പിന്നെ തിരക്കും. അതാണ് മുംബൈ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലാദ്യം വരുന്നത്. കണ്ടോ, നമുക്ക് കയറിയപ്പോഴേ ഇങ്ങനത്തെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മുംബൈയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് തിരക്കുകളിലൂടെ തൊട്ടു തൊട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് വണ്ടികളുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഈ മുംബൈയിൽ ആൾക്കാർ, ഈ ഫ്ലാറ്റിലെ ആൾക്കാർ എങ്ങനെ ഇവിടെ ഇങ്ങനെ താമസിക്കുന്നു എന്നുള്ളത്. ഒരു ചെറിയ സ്ഥലമാണെങ്കിലും മണ്ടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ വണ്ടിയിലിരുന്ന് പറ്റുന്ന പോലെയൊക്കെ എണ്ണിയെടുത്ത് കേട്ടോ, 35-40 വരെയൊക്കെ എണ്ണിയിട്ടുണ്ട്. മേളിലോട്ട് ഫ്ലാറ്റിൻ്റെ നമ്പർ, ഫ്ലോറിൻ്റെ നമ്മൾ എണ്ണിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും ഇതിനകത്ത് ആൾക്കാർ എങ്ങനെ താമസിക്കുന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. എല്ലാം ലിഫ്റ്റും കറണ്ടും കാര്യങ്ങളും അതൊക്കെ ശരിയാണ്, എന്നാലും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇത്രയും ഫ്ലാറ്റിലൊന്നും താമസിക്കാൻ, ഇത്രയും വലിയ ഫ്ലാറ്റുകളിലൊന്നും താമസിക്കാൻ. മെട്രോ പോകുന്നുണ്ട്. അപ്പം ഇവിടുത്തെ ഒക്കെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫുമായിട്ട് ഒരുപാട് വ്യത്യാസം കാണും, നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ടൊക്കെ. എല്ലാവർക്കും അറിയാമല്ലോ, മുംബൈയുടെ പഴയ പേരെന്ന് പറയുന്നത് ബോംബെ എന്നാണ്. അപ്പോൾ ഈ ബോംബെയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ വെസ്റ്റ് കോസ്റ്റ് റീജിയനിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുംബൈ എന്ന് പറയുന്നത് അവിടെ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സെൻറ്റർ ആണല്ലോ, മറ്റേ ധനകാര്യ ഇടപാടുകൾ നടത്തുന്നതിൻ്റെ സെൻറ്റർ. പിന്നെ ഈ മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ സിറ്റിയുമാണ് മുംബൈ എന്ന് പറയുന്നത്. അവിടെ പിന്നെ നമുക്ക് ഫേമസ് ആയിട്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഉണ്ട്, വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മാത്രം കാണാനാണ് പോയത്. കറങ്ങാനാണെങ്കിൽ കുറേ സംഭവങ്ങളുണ്ട് അവിടെ കറങ്ങി കാണാനൊക്കെ. പക്ഷേ നമ്മൾക്ക് ആണെങ്കിൽ നാട്ടിലോട്ട് തിരിച്ചുള്ള യാത്രയില്ലയോ, അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ബോംബെ കൂടെ പോവല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് കാണാമെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തതാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. കണ്ടിട്ടുമില്ല, അതുകൊണ്ട് പിന്നെ കാണാമെന്ന് വെച്ചിട്ടാണ് പോകുന്നത്. ഈ മുംബൈ എന്ന് പറയുന്നത് കൊങ്കൺ തീരത്തൂടുള്ള ഭാഗമാണ്. അപ്പം ഇന്ത്യയിലെ നല്ല മുംബൈ എന്ന് പറയുന്നത് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണല്ലോ. അപ്പം മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള മെട്രോപൊളിറ്റൻ ഏരിയ എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ മുംബൈയാണ്. അപ്പോൾ അവിടുത്തെ പോപ്പുലേഷൻ പറയുന്നത് ഏകദേശം 23 മില്യൺ ഇനി കൂടുതൽ ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് 2.3 crore ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മുംബൈയെ നമ്മൾ ആൽഫ വേൾഡ് സിറ്റി എന്നും പറയുന്നുണ്ട്. അപ്പോൾ അവിടെയാണ്, മുംബൈയിലാണ് കൂടുതൽ നമ്പർ ഓഫ് ബില്യണറീസ് ഉള്ളത്, ബില്യണറീസ് ഓഫ് എനി സിറ്റി ഇൻ ഏഷ്യ. മുംബൈ ഹാസ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് ബില്യണറീസ് ഓഫ് എനി സിറ്റി ഇൻ ഏഷ്യ. ഈ ബില്യനെയർ എന്ന് വെച്ചാൽ ആൾക്കാരെ പറയുന്നതാണ്. അപ്പോൾ അവരുടെ വരുമാനം എന്ന് പറയുന്നത്, നെറ്റ് വർത്ത് വരുമാനം എന്ന് പറയുന്നത് $1 ബില്യൺ എന്നൊക്കെ പറയുന്നതാണ്. $1 ബില്യൺ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസിയിലൊക്കെ പറയുമ്പോൾ അത് 100 crore എന്നൊക്കെ വരും. അപ്പോൾ അത്രയും വരുമാനമുള്ള ആൾക്കാർ കൂടുതലും ഉള്ളതൊക്കെ എവിടെയാണ്? മുംബൈയിലാണ്. അപ്പം അതനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈലായിരിക്കും അവിടെ ഉള്ളത്.
അപ്പോൾ അത്രയും വലിയ ബിൽഡിങ്ങുകളൊക്കെ പണിയാനും അത്രയും വില കൂടിയ അത്രയും ലക്ഷറി കാറുകളിലൊക്കെ സഞ്ചരിക്കാനും ഒക്കെ വരുമ്പോൾ കഴിവുള്ള ആൾക്കാരാണ് മുംബൈയിലുള്ളത്. അപ്പോൾ എനിക്ക് കണ്ടതിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല. മുംബൈ കാണുമ്പോൾ എനിക്ക് അത്ഭുതങ്ങളായിരുന്നു ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് കാണുന്നത്. അത്ഭുതമായിട്ടാണ് തോന്നുന്നത് മുംബൈ എന്ന് പറയുന്നത്. കാരണം നമ്മൾ തിരക്കുകളും വലിയ സ്കൈ സ്ക്രാപ്പേഴ്സും അത് വലിയ അമ്പരചുംബികളായിട്ടുള്ള ബിൽഡിങ്ങുകളും ഒക്കെ കാണുമ്പോൾ, അപ്പം ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് മിക്കവാറും 45 ഫ്ലോർസൊക്കെ കാണുമായിരിക്കും. മാക്സിമം അത്രയൊക്കെ വരത്തുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ അത്ഭുതമായിരുന്നു തോന്നുന്നത്. അപ്പം ഇത്രയും വലിയ ആൾക്കാരൊക്കെ താമസിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ത്യയിലെ ബില്യണയേഴ്സിനെ കുറിച്ചൊക്കെ അറിയാമല്ലോ ആൾക്കാർക്കൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ കൗതുകകരമായ കാഴ്ചകളാണ് മുംബൈയിലൂടെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ നമ്മളെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തുമായിരുന്നു, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മാത്രമുള്ളായിരുന്നു. എന്തായാലും ആ സിറ്റിക്കകത്തോട് പോയതുകൊണ്ട് നമുക്ക് ഇത്രയും കാഴ്ചകളൊക്കെ കിട്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും, അങ്കിത്തിനും അബിക്കും ഹസ്ബൻഡിനും എനിക്കും എല്ലാം ഒരു പുതിയ അനുഭവമായിരുന്നു മുംബൈ ഹൈവേ കൂടെ ഉള്ള യാത്ര എന്ന് പറയുന്നത്. അങ്കിത്തിനും അബിക്കൊക്കെ കുറേ ലക്ഷറി കാർസൊക്കെ കാണാൻ പറ്റി. ഇത് കണ്ട മെട്രോയും മറ്റേ ഹൈവേ മേളത്തെ ഓവർ ബ്രിഡ്ജും കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്കിതൊക്കെ പുതിയൊരു അനുഭവമാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നവർക്ക് ഇനി അറിയത്തില്ല എന്തുവാന്ന്. ഇവിടെ താമസിക്കുന്നവരാണെങ്കിൽ അതൊന്നും പുതുമയായിരിക്കത്തില്ല. നമുക്ക് ആദ്യമായിട്ട് ഇതുവഴി പോകുമ്പം ഇതൊക്കെ പുതിയൊരു അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ എന്നും കാണുന്നതാണ്, നമ്മൾ അത്രയും പറയേണ്ട ആവശ്യമില്ല. കണ്ടോ, ബിൽഡിങ്ങുകളൊക്കെ വീണ്ടും വീണ്ടും പണിഞ്ഞുകൊണ്ടിരിക്കുവാണ് മുകളിലോട്ട്. അപ്പം അത്രയും ചിലവുമായിരിക്കും അവിടെ താമസിക്കണമെങ്കിലും അതും പൈസയ്ക്ക് വാല്യൂ കൂടിയിരിക്കും അവിടെ. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയതേ ഉള്ളൂ. അപ്പോൾ പാസ് ചെയ്ത് പോയ വഴിക്ക് കണ്ട കാര്യങ്ങളും കൗതുക കാഴ്ചകളും ഞാൻ ഒപ്പിയെടുത്തതാണ്. എല്ലാം അങ്ങ് കൗതുകങ്ങളായിരുന്നു. നമുക്ക് തിരക്ക് സാരമില്ല. പിന്നെ ഈ കാഴ്ചകളൊക്കെ ഇങ്ങനെ ബിൽഡിങ്ങുകളൊക്കെ നിൽക്കുന്ന കാണുന്നത് തന്നെ കാണാൻ രസമാണ്. പിന്നെ അങ്ങോട്ട് പോകെ നമ്മൾ കടലിൻ്റെ തീരത്തൂടെയൊക്കെ പോയി. അപ്പോൾ അതും പുതിയൊരു അനുഭവമായിരുന്നു. കടൽ പാലത്തിൻ്റെ മണ്ടയ്ക്കൂടെ പോയി. അത് പുതിയതല്ല, പക്ഷേങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ട്രിപ്പ് പോയത് ബോംബെക്കായിരുന്നു. അപ്പം ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സൊക്കെ അവിടെ ഉണ്ട് ബോംബെയിൽ. അപ്പോൾ നമ്മൾ ആദ്യം പോയത് ബോംബെയിലോട്ടായിരുന്നു. ആ ഒരു ഓർമ്മയുണ്ട്. അന്നേരം നമ്മൾ ആദ്യം പോയത് ബാന്ദ്ര വാർലി ആ ബ്രിഡ്ജിലൂടെയൊക്കെ ആയിരുന്നു പോയത്. അപ്പോൾ അന്നത്തെ ഒരു ചെറിയ ഓർമ്മയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെ സിറ്റിക്കകത്തൂടൊന്നും അധികം യാത്ര ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ ഈ സിറ്റിക്കകത്തൂടെ പോകുമ്പം ഒരു സൈഡിൽ കൂടെ ട്രെയിൻ പോകുന്നു, ഒരു സൈഡിൽ കൂടെ വണ്ടി പോകുന്നു, കാറ് പോകുന്നു, ബഹളങ്ങൾ. അപ്പോൾ അതൊക്കെ നമുക്കൊരു പുതിയ കാഴ്ചയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വാചാലമായിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്നേരം സംസാരിച്ചുകൊണ്ട് തന്നെ വീഡിയോ എടുത്ത് പോകാമെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ വണ്ടിക്കകത്ത് ഇങ്ങനെ മ്യൂസിക്കൊക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് പിന്നെ അത്രയും പറഞ്ഞു പോകാൻ വേണ്ടി ഒന്നും തോന്നിയതേ ഇല്ല. അങ്ങനെ കാഴ്ചകൾ കണ്ടിങ്ങനെ പോയത്. പിന്നെ നമ്മൾ കടൽപ്പാലത്തിൽ കൂടെ പോയായിരുന്നു, രാജീവ് ഗാന്ധി സീവിലിംഗിൽ കൂടെ പോയായിരുന്നു. പിന്നെ എന്തായിരുന്നു, അടൽ ബിഹാരി ബ്രിഡ്ജോ അങ്ങനെ എങ്ങാണ്ട് വേറെ ഒന്നും കൂടെ പോയായിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, ഇനി നോക്കിയാലേ അറിയത്തുള്ളൂ. ബാന്ദ്ര വാർലി ബ്രിഡ്ജ്, അത് തന്നെ രാജീവ് ഗാന്ധി സീലിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങോട്ട് നോക്കിയാലും ഇതുപോലത്തെ വലിയ 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 ഫ്ലോർസ്, വലിയ ഈ ടവേഴ്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പം ഇതും ഒരു വില്ലേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊരു ഒറ്റ വീട്ടിൽ നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരും ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാരും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ കാണാം അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ കണക്ക് പറയുന്നത് മുംബൈയിൽ ഒരു 260 കൂടുതൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള സ്കൈ സ്കാപ്പേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. എക്സീഡിങ് 150 മീറ്റേഴ്സ് ഇൻ ഹൈറ്റിൽ. 150 മീറ്റേഴ്സ് ഹൈറ്റിൽ വരുന്നത് 260 എബവ് ടവേഴ്സ് ഈ സ്കൈ സ്കാപ്പേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ മോർ ദാൻ 300 അഡീഷണൽ ടാൾ ബിൽഡിങ്സ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഏകദേശം 300ഓളം ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ എനിക്കിതിങ്ങനെ കാണുമ്പോൾ അത്ഭുതമാണ്. ഇത്രയും വലിയ വീട് എങ്ങനെ ഉണ്ടാക്കുന്നത്. ബട്ട് നമ്മൾക്കാണെങ്കിൽ ഒരു വീട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തന്നെ എത്രമാത്രം ബുദ്ധിമുട്ടാണ്, എത്ര ചിലവ് വരും എന്നൊക്കെ ആലോചിച്ചിട്ട്. അപ്പം ഇത് നമ്മൾ നോക്കുന്നിടമെല്ലാം ഇങ്ങനെ വലിയ ടവേഴ്സ് സ്കൈ സ്കാപ്പേഴ്സാണ് കാണുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ അങ്ങനെ അത്ഭുതം അങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുന്നത്.
അപ്പം എന്തായാലും നല്ലൊരു രാത്രിയായിരുന്നു മുംബൈ സിറ്റി കൂടെ ഉള്ളത്. ഇതാണ് മെട്രോയുടെ സിമ്പൽ, സൈഡിൽ എന്ന് കാണുന്നത്. അങ്ങനെ അടിപൊളിയൊരു യാത്ര നമ്മൾ എൻജോയ് ചെയ്ത് സിറ്റി കൂടെ. തിരക്കുണ്ടായിരുന്നു, ആ തിരക്കൊന്നും കാര്യമില്ലായിരുന്നു. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എല്ലാം പുതിയ കാഴ്ചകളായിരുന്നു. അല്ലാതെ ഹൈവേ കൂടെ പോകുമ്പോൾ മാത്രം നമുക്ക് കുറേ റോഡും സൈഡിൽ കുറേ ബിൽഡിങ്ങുകളും മരങ്ങളും കാണുന്നതല്ലല്ലോ. മുംബൈ എന്ന് പറയുന്നത് നമുക്കൊരു വേറിട്ട അനുഭവം തന്നെ ആയിരുന്നു യാത്ര എന്ന് പറയുന്നത്.
ഫോട്ടോയ്ക്കകത്ത് ഫോട്ടോ 1 മണിക്കൂർ. ഇപ്പൊ ഞങ്ങള് ഡിഫൻഡർ കണ്ടായിരുന്നു. ആ ഡിഫൻഡർ 2 കോടിക്കാ വരുന്നേ. BS മോഡൽ. मीडियम वाले तो मतलब स्टार्टिंग 1 करोड़ से होता है और मीडियम ये मेरे सामने एक मर्सिडीज आ रहा है. कौन सा है ये? मर्सिडीज फॉर्च्यूनर जैसा लग रहा है. मर्सिडीज की तरह है तो मर्सिडीज की कंपनी है. कंपनी मर्सिडीज है. और നമുക്ക് तेरी बात होएगा हाय जीप ടവർ എല്ലായിടവും ടവർ വെച്ചപ്പോ മൊത്തം ടവർ. അത് എത്രയും വലിയ സിറ്റി ആണെങ്കിലും ഇങ്ങനത്തെ ഏരിയയും ഉണ്ട് സിറ്റിക്കകത്ത്. വേസ്റ്റ് കൂട്ടിയിട്ടേക്കുന്ന സ്ഥലങ്ങളും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇതൊന്നൊന്നുമല്ല. മറ്റേ വലിയ ബിൽഡിങ്ങൊക്കെ കാണുമ്പോൾ അതൊന്നും ഒന്നുമല്ലെന്ന് തോന്നും. ദോ വീണ്ടും മെട്രോ പോകുന്ന വേളി കൂടെ. മഞ്ഞ മെട്രോ മഞ്ഞക്കകത്ത് ചോപ്പ് പെയിന്റ് അടിച്ചു. വിക്രോളി സൈനിങ് ഇതെല്ലാം പാച്ച് വർക്കല്ലേ റോഡ്. കുലുക്കം ഭയങ്കരം. കൊറോണ വന്ന ടാറിയാണെങ്കിൽ കൊറോണ എല്ലാം വന്നാലേ ടാറി നമ്മളിതൊഴിന്ന് വന്നിട്ടില്ലല്ലോ ഇങ്ങനെയല്ലേ? ഫസ്റ്റ് ടൈം അല്ലയോ? ഏത് പാല? അവിടെ പാലം നോക്കണം. ഞാൻ പറയുന്നത് പൊട്ടിയിരിക്കുന്നത് പാലത്തോട്ടല്ല അവിടെ. അടി കൊടുത്തിട്ടില്ല. എന്തെല്ലാം പണികളായാലും വായം തുറന്നിരിക്കല്ലേ. ഇപ്പൊ ഈ സൈഡിലായോ മെട്രോ? ഇതൊരു ഇപ്പൊ സൈഡിലായിരുന്നു. ഇപ്പൊ അപ്പുറത്തെ സൈഡിൽ പോയി. അന്തേരി ഫ്ലൈ ഓവർ. അന്തേരി ഫ്ലൈ ഓവറിന് എഴുതിയേക്കുന്നത്. പൊല്യൂഷന്റെ ആയിരിക്കും. പൊല്യൂഷന്റെ ദാണ്ട കിടക്കുന്ന മെട്രോ. മെട്രോ മെട്രോസ് അപ്പൊ ഒരു വണ്ടി മെട്രോ മുംബൈ മെട്രോ യെല്ലോ और ब्लू 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 रेड. ജൂഹു റൈറ്റ്. ജൂഹു है ജൂഹു ബീച്ചില്ലേ? ജൂഹു ജൂഹു ബീച്ച് എത്ര വേണം നോക്ക്. ബീച്ച് എടാ എയർപോർട്ടിന്റെ ഫ്രണ്ട് കണ്ടോടാ? छत्रपति शिवाजी महाराज ഛത്രപതി ശിവാജി മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്മളിവിടെ വന്നില്ലായിരുന്നോടെ?
വന്നിട്ടില്ലയോ? ഛത്രപതി മഹാരാജാവോ ഈ നിൽക്കുന്നത്? इसको दो नहीं सुकुना अम्मा विषय छत्रपति शिवाजी महाराज ने एयरपोर्ट करने ठीक एयरपोर्ट ही खा लेना एक एयरपोर्ट आगे कालो काट काट के ജുഹു ബീച്ച് 3 കിലോമീറ്റർ. ഇങ്ങോട്ട് പോണ്ടേ കേട്ട് വഴി കണ്ടാല് പേടിയാവും. 18 മിനിറ്റ് 6 കിലോമീറ്റർ. വല്ല എടുത്ത് കഴിക്കണമെങ്കിൽ Head north on National Highway 48. പാപ്പം വരെ എടുക്ക് കഞ്ഞി കുടിക്കാൻ ഒരുപാട് സമയം You are on the fastest route despite some traffic. You should reach your destination by 12:41. ओ मर्सिडीज 12:41 तो स्नैक्स निकालिए टेडी बियर आदेश देते हैं പോണോ? വേറെ കറങ്ങി കറങ്ങിയൊക്കെയാ പോകേണ്ടുന്നത്. ഗേറ്റ് തന്നെ പോട്ടെ എന്തായാലും തിട്ടപ്പറ്റി In 300 അത് 40 മിനിറ്റ് അവിടെ ചെല്ലും. ഇത്ര ചെറിയ തിരക്കുണ്ട് ഒരു ട്രാഫിക് മാറി रेस करो एक और BMW करेगा महिंद्रा में BMW में खुद भी लोग है क्या अरे ये प्लैंगर आजा करो आरन फाइट ഇപ്പൊ സമയം 12:30 കഴിഞ്ഞ്. രാവിലെ ഓംലേറ്റ് കഴിച്ചതുള്ളൂ. എല്ലാവർക്കും വിശപ്പായി. ചക്കവറ്റിൽ കഴിക്കുന്നത്. There is a 5-minute congestion on Western ചക്കവറ്റ് kilometers. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഫാമിലി അവിടെ സ്ഥലം കാണാൻ വന്നായിരുന്നു. അവര് തന്ന ചക്കവറ്റിലാണ് രശ്മിയൊക്കെ. ചക്കവറ്റിൽ നിന്ന് മുംബൈ സിറ്റി കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. തീർന്നോ? This is the flyover. മുംബൈ സിറ്റിയിലെ തിരക്കാണ്. എനിക്ക് സിഗ്മ എംബ്രൽ ഞങ്ങളിപ്പോ 1 മണിക്കൂർ കൂടുതലായി ഈ ബ്ലോക്കിനകത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ പോകാൻ തുടങ്ങിയിട്ട്. എംബ്രൽഡ് മുംബൈ എങ്ങനെയുണ്ട് അബി? അബി അങ്കിത്ത് മുംബൈ എങ്ങനെയുണ്ട്? മുംബൈ ഒത്തിരി ഭീടുണ്ട്, ഒത്തിരി നല്ലതാ. BMW, ഡിഫൻഡർ, ഓഡി അങ്ങനെ വേറെ വേറെ പുതിയ ലക്സറി കമ്പനിക്ക് വണ്ടിക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഒരു പ്രാവശ്യം മുംബൈ വിസിറ്റ് ചെയ്യണം. എനിക്കറിയാം നിങ്ങൾ ട്രാഫിക് കാരണം നിങ്ങൾക്ക് പരേഷാനാവും ഒത്തിരി. ബിൽഡിങ്സ് ഒത്തിരി വലിയ വലിയ ഹൈറ്റിലൊക്കെ കാണാനും പറ്റത്തില്ല, മേപ്പോട്ട് പോകാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ഇവിടെ ഒത്തിരി ലിഫ്റ്റ് ഒക്കെ ഉണ്ട് ബിൽഡിങ്ങിനകത്ത്. നിങ്ങളൊരു പ്രാവശ്യം വിസിറ്റ് ചെയ്യണം. ബസ്സൊക്കെ പാർക്കിംഗ് റെനോൾഡ് കണ്ടോ ഇതുവരെ? നമ്മുടെ വണ്ടിയല്ല വേറെ റെനോൾഡ് കണ്ടേ ഇല്ല ഇവിടെ. കണ്ടു, ഞാൻ കണ്ടു. ഏത് കളറാ? നമ്മുടെ കളറിൽ നമ്മൾ 7 സീറ്റർ ഉണ്ട്. Mercedes. ഇന്ത്യ മെർസിഡീസ് അതോ? Oi. Mercedes ചക്കവർത്തി. വണ്ടി ഷിഫ്റ്റ് ആക്കുക. അടിക്കാനുണ്ടോ അത് ഷോക്കൗത്ത് നോക്ക്. അത് ഷോക്ക് അബ്സർവർ ഇത്ര വലിയതാണ്. ഇതാ മെർസിഡീസ്. ആമാ ഒരു മെർസിഡീസിനെ വണ്ടിക്കകത്ത് വെച്ചോണ്ട് പോകുന്നു. ബറാത്ത് ജാ രഹാ ബറാത്ത്. ബറാത്ത് ജാ രഹാ ബറാത്ത്. कौन बोलता है तेरे को? कौन बोलता है? टेडी बियर की तरह बैठा है। മെർസിഡീസ് ONGC എന്തുവാ? One national group of company. One national group of company.
എന്ത് ഇതാണോ ആ ട്രിപ്പർ ഇതാ പോകുന്നു. BMW ട്രിപ്പർ സെയിം കളർ സെയിം നോക്കടെ ആൾക്കാരിന്ന് പണിയുന്നത്. മെട്രോക്ക് ആയിരിക്കല്ലോ. ഉണ്ടാക്കുക അവിടെ വരുള്ളൂ, ഇവിടെ വരുള്ളൂ. അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് ബാക്കി പണിയണം. എന്തായാലും ബോംബെ ഒരു അത്ഭുതമാ. കടല് അവിടെ ലെഫ്റ്റ് സൈഡ് നോക്കണ കടല്. അയ്യോ ആ പാലത്തെ കയറിയില്ല, അതാണ് ബോരുവളി പാലം. നമ്മളവിടെ പോയല്ലേ കൊണ്ടുപോയതാ. എടാ കടൽ നോക്കടാ. ഐ ലവ് മുംബൈ. കടലല്ലേ രാജീവ് ഗാന്ധി സീലിംഗ്. ആണോ? ആണോ നമ്മള് പാലത്തിൽ കൂടെ പോന്നെന്നുണ്ട്. ഇന്ത്യ ഗേറ്റ് എവിടെ? അങ്ങോട്ട് പോന്നെ എവിടെ പോന്നെ? എവിടെ अच्छा नको सचिन तेंदुलकर ने फोटो मतलब बिल्डिंग नहीं मिली पूरा बिल्डिंग तेंदुलकर ने वो वाली जब उन्होंने 100 सेंचुरी मारी പൈസ ഒന്നും ഇല്ല. ഇവിടെ പോകുമ്പോൾ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ടോളി പൈസ ഇല്ല, പൈസ കൊടുക്കുന്നില്ല, കാറിന് പൈസ മേടിക്കുന്നില്ല. ഇവിടെ പൈസ മേടിക്കാൻ ഇല്ലെങ്കിൽ താകുന്നില്ല. എടാ നോക്കടാ പാലം നോക്കടാ, കടൽപ്പാലം. അച്ഛനും അമ്മയും കല്യാണം കഴിഞ്ഞ് വന്ന പാലം അറിയാം. അച്ഛനമ്മ കല്യാണം കഴിഞ്ഞ് വന്ന പാലം. ആ കല്യാണം കണ്ട് ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ ആയിരുന്നു. ആദ്യമായിട്ട് ഞങ്ങള് ഹണിമൂണിന് വന്നത്. ഹണിമൂൺ ട്രിപ്പ് അന്ന് തൊട്ടേ മോദം ഏൽപ്പിച്ച് നടക്കുക. കാണിക്കട്ടെ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് രാജീവ് ഗാന്ധി സീലിംഗ് എന്ന് പറയുന്ന ഒരു പാലത്തിൽ കൂടെയാണ്. അതിനെ നമ്മൾ ബാന്ദ്ര വർലി സീലിംഗ് എന്നും പറയും. അതെന്ന് പറയുന്നത് ഒരു 5.6 കിലോമീറ്ററോളം നീളമുണ്ട്. 8 ലൈനായിട്ടാണ്. 8 ലൈന് കേബിൾ സ്റ്റേയ്ഡാണ്. കേബിൾ സ്റ്റേയ്ഡ് ആയിട്ടുള്ള വല്ല കേബിൾ കൊണ്ട് അങ്ങനെ ഉള്ളതൊരു ബ്രിഡ്ജാണ് മുംബൈയിൽ. അപ്പോൾ ഇത് എവിടെ അറബിക്കടലിന് ഉണ്ട്, അറേബ്യൻ സീയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ബാന്ദ്രയും പിന്നെ സൗത്ത് വർലി ഇൻ മുംബൈ. അപ്പോൾ മുംബൈയിലെ സൗത്തും നോർത്തും വെസ്റ്റും കൂടെ കണക്ട് ചെയ്യിച്ചുകൊണ്ടുള്ളൊരു പാലമാണ്. അപ്പം ഇതൊരു 90 മിനിറ്റിൻ്റെ യാത്ര 10 മിനിറ്റാക്കി കുറച്ച ഒരു പാലമാണ് ഈ ബാന്ദ്ര വർലി പാലം എന്ന് പറയുന്നത്. അതുണ്ട്, ഇത് കേബിൾ സ്റ്റേയ്ഡാണ്. കേബിൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെയാണ് ഈ പാലത്തിന് പേര് പറയുന്നത്. അപ്പോൾ ബാന്ദ്രയും വർലിയും കൂടെ
ജോയിൻ ചെയ്യുന്നതാണ്. ഒരു 90 മിനിറ്റ് 1.5 മണിക്കൂർ യാത്ര 10 മിനിറ്റ് ആക്കി തീർത്ത ഒരു പാലമാണിത്. ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ബാന്ദ്ര വർലി സീലിംഗ് എന്നാണ്. 2 ലൈൻസ്, രണ്ട് ലൈൻസ് ബസ്സസിന് വേണ്ടിയിട്ടും ബാക്കി കാറും ബാക്കി എല്ലാ വണ്ടിയും. പിന്നെ ഏതാണ്ടൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഇതിനകത്ത്. റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ബ്രിഡ്ജ് ഈസ് എക്സ്ക്ലൂസീവ്ലി യൂസ്ഡ് ബൈ ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസ്, 2 വീലേഴ്സ്, 3 വീലേഴ്സ് ആൻഡ് പെഡസ്ട്രിയൻസ് ഇവിടെ പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ ഇത് വണ്ടിക്കകത്ത് പാട്ടിട്ട് പോകുന്നതിൻ്റെയാണ് ഈ തകർപ്പ് കാണുന്നത് അബിയുടെ. അപ്പോൾ പാലത്തിൽ കൂടെ പോയപ്പം ഇച്ചിരി കൂടെ ഒന്ന് ഗുമ്മ് കൂടാൻ വേണ്ടിയിട്ട് നല്ല ഉറക്കം ഇങ്ങനെ പാട്ടിട്ട് വെച്ചേക്കുന്നത്. അതിലേലും അതിനകത്തിരുന്ന് ഇനി ഇതിനെക്കുറിച്ചൊന്നും പറയാനും അറിയത്തില്ലായിരുന്നേ. ഇപ്പം ഞാനിപ്പം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് പറയുന്നത്. പിന്നെ ഹസ്ബൻഡ് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ടോൾ ചാർജ് ഉണ്ട്. പിന്നെ ഇതൊരു മേജർ സിറ്റി ലാൻഡ്മാർക്കാണ്. പിന്നെ അവിടുന്ന് നമുക്കൊരു നല്ല കാഴ്ചയൊക്കെയാണ്. മുംബൈ സ്കൈ ലൈൻ ആൻഡ് അറേബ്യൻ സീയുടെ ഒരു നല്ല കാഴ്ചയൊക്കെ കിട്ടും. അത് ഷോർട്സിനകത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്. പക്ഷെ നമ്മളിപ്പോഴാണ് ഇങ്ങനെ ആദ്യമായിട്ട് പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് മുംബൈയിലോട്ടായിരുന്നു. അപ്പം നമ്മൾ ബസ്സിനകത്ത് ഈ പാലത്തിൽ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അന്ന് ജസ്റ്റ് എനിക്ക് ഇങ്ങനെ തൂണുകൾ മാത്രം, ആ കമ്പി ഇങ്ങനെ കെട്ടിയേക്കുന്നത്, അതൊക്കെ മാത്രമേ ജസ്റ്റ് ഓർമ്മയുള്ളായിരുന്നു. ഇപ്പോഴാണ് ഒന്നുകൂടെയൊക്കെ ഒന്ന് അറിയാൻ പറ്റുന്നത്. എന്തായാലും അടിപൊളി ഒരു യാത്രയായിരുന്നു. അറേബ്യൻ സീയിലാണ് ബാന്ദ്രയും വർലിയും കൂടെ കണക്ട് ചെയ്യാനുള്ളൊരു സീലിംഗാണിത്. അപ്പം ബ്രിഡ്ജിൽ കൂടെയുള്ള ആ ലിങ്കിൽ കൂടെയുള്ള യാത്രയും നമ്മൾ നല്ലതായിട്ട് എൻജോയ് ചെയ്ത്. അങ്കിത്തിനും ഒബിക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം പിന്നെ നമ്മൾ വേറൊന്നും കൂടെ പോവായിരുന്നു, അടൽ ബിഹാരി വാജ്പേയി. അതിലേക്കൂടെയും പോയായിരുന്നെന്ന് തോന്നുന്നു. ഏതാണ്ടൊക്കെ സീ ബ്രിഡ്ജിൽ കൂടെ പോയി. ഇപ്പം അന്നേരം നമുക്ക് അറിയുന്നില്ലായിരുന്നല്ലോ ഇതാണെന്നൊന്നും അറിയുന്നില്ലായിരുന്നല്ലോ. പക്ഷേ ഇപ്പം പേര് വായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരം മനസ്സിലായി. വായിച്ചില്ലായിരുന്നെങ്കിലും പിന്നെ ഞാൻ തപ്പിപ്പിടിച്ച് എടുത്തേനെ എവിടുന്നെങ്കിലും. എന്നാലും പിന്നെ നമുക്ക് മാപ്പ് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ പോയ വഴിയുടെയൊക്കെ. അങ്ങനെ നമ്മൾ ആ പാലത്തിൽ നിന്ന് വെളിയിലിറങ്ങി. നമുക്കിനി കുറച്ച് കിലോമീറ്റർ കൂടെ ഉള്ളൂ നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്ത് എത്താൻ. അങ്ങനെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാനായിട്ട് അവിടെ പാലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ആ റോഡിലോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ മുംബൈയിൽ തെക്കൻ മുംബൈയിലാണ് കടൽ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അതൊരു ആർച്ച് ഷേപ്പിലാണ്, കമാനം ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കിയിരിക്കുന്നത് ബസാൾട്ടും കോൺക്രീറ്റും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 26 മീറ്ററാണ്, അല്ലെങ്കിൽ 85 അടി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ബ്രിട്ടനിലെ ജോർജ് 5-ാമൻ രാജാവും മേരി രാജ്ഞിയും കൂടി 1911 ഇന്ത്യയിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് പണി കഴിപ്പിച്ചതെന്ന് പറയുന്നത്. 1911 തുടങ്ങിയിട്ട് 1924 ഇത് കംപ്ലീറ്റ് ആയത്. പിന്നെ നമ്മുടെ ഈ കടൽ മാർഗ്ഗം ഇന്ത്യയിലോട്ട് വരുമ്പം, ബോംബെയിൽ വരുമ്പോൾ ആദ്യമായിട്ട് കാണുന്നത് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണ് കാണുന്നത്. അപ്പം ഇതിനെ താജ്മഹൽ, മുംബൈയുടെ താജ്മഹലും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അങ്ങനെ നമ്മൾ ഈ സിറ്റിയിലെ തിരക്കിലൂടെ നമ്മൾ അങ്ങോട്ട് എത്തിച്ചേർന്നു. പിന്നെ അതിനടുത്തായിട്ടാണ് താജ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു. ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോകാം. വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ അവിടെ പാർക്കിംഗ് സ്ഥലമുണ്ട്, അവിടെ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിലൊക്കെ ഇട്ടിരുന്നാൽ ചിലപ്പം ഈ പോലീസ് വന്ന് അത് വണ്ടി ടയർ ലോക്ക് ചെയ്തിട്ട് പോകും. പിന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ട് വണ്ടി എടുക്കാൻ പറ്റത്തുള്ളായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ
പാർക്കിങ്ങിൽ കയറ്റാൻ സ്ഥലമില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ ഈ ടാക്സി സ്റ്റാൻഡിൻ്റെയൊക്കെ അടുത്ത് കൊണ്ട് ചെന്നാൽ കുറച്ച് പാർക്ക് ചെയ്തത്. എന്നിട്ട് പാർക്ക് ചെയ്തിട്ട് അകത്ത് കയറാൻ പോയി. ഇതാണ് അവിടെ കാണുന്നതാണ് താജ് ഹോട്ടൽ. അപ്പോൾ നമുക്ക് ഇത് താജ് ഹോട്ടലും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും നമുക്ക് നേരെ തന്നെയാണ് കാണുന്നത്. ഇത് നമ്മുടെ സീയിലോട്ട് ഫേസ് ചെയ്താണ് രണ്ടും നിൽക്കുന്നത്, കടലിലോട്ട് ഫേസ് ചെയ്താണ് നിൽക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തോട്ട് അവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് കയറി പോകാവുന്നതേ ഉള്ളൂ. തിരക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് നല്ല വെയിലും ഒക്കെ ചൂടും ഒക്കെ ആയിരുന്നു. പക്ഷേ വെയിലുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് കടലിൽ നിന്നുള്ള കാര്യം ചൂട് അറിയാറില്ലായിരുന്നു. പക്ഷെ വെയിലിൻ്റെ കാര്യം അറിയുന്നുണ്ട്. പിന്നെ അതിന് എഴുതിക്കുന്ന വായിച്ചു നോക്ക്. അത് നോക്കണം താജ് ഹോട്ടൽ. ഈ താജ് ഹോട്ടലിലെ റൂമിൻ്റെ റേറ്റ് എന്നൊക്കെ പറയുന്നത് 15,000 ആണ് മിനിമം സ്റ്റാർട്ടിങ്. 15,000 മുതൽ 30,000 വരെയൊക്കെ നമുക്ക് നോർമലായിട്ടുള്ള റൂംസൊക്കെ കിട്ടും. പിന്നെ പാലസ് വിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ 18,000 മുതൽ 25,000 വരെ എത്തി. പിന്നെ താജ് ക്ലബ്ബ് റൂംസിനകത്താണെങ്കിൽ 23,000 മുതൽ 28,000 വരെയും. പിന്നെ ലക്ഷറി സൂട്ട്സ് എന്ന് പറയുന്നത് 50,000 മുതൽ 9 lakh വരെയുമാണ് ഒരു ദിവസം നൈറ്റിലേക്ക് ഉള്ള റേറ്റൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ റേറ്റുകൾ. ആവശ്യമുള്ളവർക്കൊക്കെ നമുക്ക് പോകാം പൈസയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഒക്കെ കണ്ട് കറങ്ങി തിരിഞ്ഞ് നമ്മളിങ്ങ് പോരുന്നു. അങ്ങനെ നമ്മൾ ആ വെയിലത്ത് അവിടെ നടന്ന് ചുറ്റിക്കറങ്ങി കണ്ട്. അപ്പോൾ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തിരയടിച്ച് കയറുന്നുമുണ്ട്. നമ്മൾ ബോട്ടിങ്ങിനൊന്നും പോയില്ല. ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ആൾക്കാരവിടെ ബോട്ടിങ്ങിനൊക്കെ പോകുന്നുണ്ട്. നമ്മൾ പോയില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒത്തിരി പേരിങ്ങനെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പിന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് തിരിച്ച് ഒരു കുൽഫിയും കഴിച്ചിട്ട് നമ്മളിങ്ങ് പോരുന്നു. അടുത്ത് അല്ല ഇങ്ങോട്ട് അത് വെളിയിൽ പറഞ്ഞ കടലിൽ കറങ്ങാൻ പോകാനായി കേട്ടോ. ഭയങ്കര ആഴമാണ് വെള്ളത്തിന് കേട്ടോ. What is this? India Gate. Gateway of India, not in India Gate. India Gate is in Delhi. ഏത് അത് വീഡിയോ ആയിട്ടും എടുത്തോണ്ടിരുന്നു. അവിടെ ക്രൂഡ് ഓയിൽ എടുക്കുന്നതാണല്ലോടാ അല്ലേ? അത് വെള്ളത്തിന്റെ അകത്തുള്ള ഓയിലാണ്. ഓയിൽ റിഫൈനറി ആടാ അത്. ഓയിൽ റിഫൈനറി. അപ്പം നമ്മുടെ നാട്ടിലോട്ടുള്ള യാത്രയുടെ രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ അപ്പം നമ്മൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചു പോവാം. ഇപ്പം താജ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഭയങ്കര ചൂടായിരുന്നു, പക്ഷെ അടിപൊളിയായിരുന്നു. തിരക്കൊന്നും അധികം ഇല്ലായിരുന്നു. ബോട്ടിങ്ങിനൊന്നും പോയില്ല. താജ് ഹോട്ടലിൻ്റെ അവിടെ അതിൻ്റെ ഫ്രണ്ടിലെ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ചോറൊക്കെ കഴിക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ്.
മുംബൈയിലെ തിരക്കുകളെല്ലാം കൂടെ ഉള്ള ഒറ്റ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പം ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.